ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മള് കൊടിയെന്ന് പറയും. ഇതില് കുരുമുളകാട്ടോ ഉണ്ടാവുക. ഇതില് കുരുമുളകാണ് ഉണ്ടാവുക. ഇതിങ്ങനെ വള്ളി പോലെയായിട്ട് കയറുന്നത്. ഇതിങ്ങനെ പറിക്കും. എന്നിട്ട് ഒരു മെഷീനിലിട്ട് ഇതിന്റെ കുരുകൾ മൊത്തം വിടിയിച്ചെടുക്കും. എന്നിട്ട് ഇത് ഉണക്കും. എന്നിട്ട് നമ്മൾ കുരുമുളക് പൊടി മുട്ട പുഴുങ്ങുമ്പോഴും മുട്ട വൃത്തിയാക്കുമ്പോഴും പിന്നെ കുറെ സാധനങ്ങളിലൊക്കെ ഇടും. ഇത് വള്ളി പോലെ ഇങ്ങനെ കയറും. അപ്പൊ അപ്പായി ആട്ടോ അത് പറിക്കുന്നത്. അപ്പൊ നമുക്കും കേറാം. അപ്പൊ ചന്ദ്രചേട്ടനും പറിക്കുന്നുണ്ട്. ഇത് മൊത്തം തീർന്നു. അപ്പൊ നമുക്ക് കുറച്ച് കുരുമുളക് പറിക്കാം. അപ്പൊ നമ്മള് ഇതിന്റെ ഏണിയിലേക്ക് കയറാൻ പോവാണ്. അപ്പായി ഇച്ചിരി പറിച്ചു തുടങ്ങുന്നുണ്ട്. നമുക്കും കയറി ഇച്ചിരി പറിക്കാം. വീഴോ ഇല്ല. ഇങ്ങനെയാട്ടോ പറിക്കണ്ടേ. ഇനി അപ്പായുടെ ഒരു ബാഗ് പോലത്തെ സാധനത്തിലേക്ക് ഇടാം. എത്തിപ്പോ കൊറേ ഉണ്ട്. ഈ കുരുമുളക് നമ്മള് ഇതിന്ന് ഈ തണ്ടിന്ന് വിടർച്ചെടുക്കുന്നത് ഒരു മെഷീനിലിട്ടോ. ആ മെഷീനൊക്കെ നമുക്ക് കാണാം. അപ്പ ഇത് മൊത്തം ഇതിലേക്ക് പറിച്ചിടട്ടെ. ഞാൻ താഴെ ഇടട്ടെ. ഇവിടെ മൊത്തം കുറെ കൊടികളുണ്ട്. പപ്പ ഈ സൈഡിൽ നിന്ന് തുടങ്ങുവാണ്. അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. നമ്മള് കുരുമുളക് പറിക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനത്തെ എന്തോ തുണിയുണ്ട്, വേറൊന്നും എനിക്കറിയില്ല. ഇതിലേക്കിടും. ഇതിടാനും പറ്റുന്നില്ല. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ പറിക്കും. ഇങ്ങനെ പറിച്ച് ഇതിനകത്തേക്കിടും. ഇത് പിന്നെ ചാക്കിലാക്കും. ഇത് മൊത്തം പറിക്കട്ടെ. പപ്പായി പറിക്കുന്നുണ്ട്. നല്ല രസാട്ടോ. അതിന്റെ മുകളിൽ കയറി ചുമ്മാ ഇരിക്കാനും എനിക്ക് ഇഷ്ടമാണ്. അത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പോരും. ഞാൻ ഒന്നും കൂടെ കയറട്ടെ. ആദ്യം കയറിയപ്പോ എന്റെ ചെരുപ്പൊക്കെ മണ്ടേന്ന് താഴെ പോയി. ഞാൻ ചെരുപ്പ് ഊരിയിട്ടാണ്. കുറച്ചൊന്നും താഴെ പോകുന്നുണ്ട്. അത് അവസാനം പറക്കിയെടുക്കണം. എങ്ങനെയൊക്കെയും ഒന്ന് വിൽക്കാം. നമുക്ക് 3 എണ്ണം ഒരുമിച്ച് പറിക്കാട്ടോ. പിന്നെ കുറച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ? ഇല്ല. അമ്മയ്ക്ക് ഭയങ്കര നാനാട്ടോ വീഡിയോയിൽ വരാൻ. നമുക്കിത് അപ്പായുടെ മറ്റേ തുണി എന്താ ബാഗ് ഇതിലാട്ടെ. അത് നിറയാറായി. ഞാനിനി ഏറ്റവും കൊണ്ടേക്കട്ടെ. എനിക്ക് നല്ല പേടിയാകുന്നുണ്ട്. ഇപ്പൊ പറിച്ചതിന് നല്ല നീളം ഉണ്ട് കേട്ടോ. ഞാൻ അപ്പായിക്ക് കൊടുക്കാം. ഇച്ചിരിയും കൂടെ മേളിക്കട്ടെ. നല്ല പേടിയായിട്ട് താഴെ വീഴും. അത് ഇത് ചന്ദ്രൻ ചേട്ടനാട്ടോ. അപ്പൊ ചന്ദ്രൻ ചേട്ടനും അപ്പായിയാണ് പറിക്കുന്നത്. എല്ലാരും പെട്ടെന്ന് പറിക്കുന്നുണ്ട്. ഞാനിവിടെ ഇരിക്കും കേട്ടോ. നല്ല സുഖമോ രസം എന്തൊക്കെയൊക്കെ ഉണ്ട്. അപ്പായി ഇറങ്ങി താഴത്തെ പറിക്കുകയാണ്. ഇനി എനിക്ക് അടിയത്തെ പറക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ പറക്കണം. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. ഇന്ന് ചൂടധികം, നല്ല തണുപ്പോ വെയിലുണ്ട്. പക്ഷെ ഞാൻ താഴെ ഇറങ്ങട്ടെ.
ഇതിന്റെ പേര് സിൽവർ മഴയാണ് അല്ലേ അമ്മ? സിൽവറിൽ കൂടെയാണ് ഇത് കേറുന്നത്. പന്നിയൂറിന്റെ കൊടി. എന്ത് പന്നിയൂർ? പന്നിയൂർ എന്താണോ ആവോ, എനിക്കറിയില്ല. അതാണ് കുരുമുളക്. അന്ന് പപ്പായും ചന്ദ്രചേട്ടനും 1, 3, 2, 5 ചാക്ക് 2 ദിവസമായിട്ട് പറിക്കുന്നു. ഇത് പഴുത്ത പക്ഷി കൊത്തിക്കൊണ്ട് പോകട്ടോ, അതുകൊണ്ടാണ് ഈ സൈഡിലൊന്നും ഇല്ലാത്തത്. അപ്പൊ ഇത് മെതിക്കുന്നത് ഒരു മെഷീൻ ഉണ്ട്. അപ്പൊ ആ മെഷീൻ ഇവിടെ എല്ലാവരും ഒരു ഒത്തിരി ദൂരമൊക്കെ പോകണം. പപ്പായി പറഞ്ഞ് എന്നെയും കൊണ്ടാണ്. അപ്പൊ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ ഉച്ചയായിട്ടേ ഉള്ളൂ. പപ്പായ എല്ലാം പറിച്ച് കഴിയട്ടെ, എന്നിട്ട് നമുക്കത് കാണാൻ പോവാം. പപ്പായുടെ മൊത്തം ഇച്ചിട്ട് ലെവലാക്കിയിട്ടുണ്ട്. എന്നിപ്പോൾ ഇച്ചിരി ഇത് മേലിൽ കൂടി ഇങ്ങനെയും കൂടി ആക്കണം. ഇത് 3 ദിവസം ഉണങ്ങിയാൽ, ഇത് 3 ദിവസം വെയിലത്തിട്ട് ഉണങ്ങും. എന്നിട്ട് നിങ്ങൾക്ക് വിൽക്കുകയോ പൊടിക്കുകയോ എന്ത് വേണേലും ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.